നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് ബി.ജെ.പി. കൗൺസിലർ സിമി ജ്യോതിഷിനെതിരെ ആക്രമണം നടന്നിരിക്കുന്നു. ഇപ്പോൾ ആ ആക്രമണം ആസൂത്രിതമെന്നാണ് ബി.ജെ.പി. സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ ആരോപിക്കുന്നത്. സിമി ജ്യോതിഷിനെ ശാരീരികവും മാനസികവുമായി തകർക്കുന്നതിന്റെ ഭാഗമായി മുൻ കൗൺസിലർ സുലോചനൻ ആണ് ഇത് ആസൂത്രണം ചെയ്തത് എന്നാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. പരമ്പരാഗത LDF വാർഡായ അമ്പലത്തറ ബി.ജെ.പി. പിടിച്ചെടുത്തതിലെ വൈരാഗ്യമാണ് മർദ്ദനത്തിന് പിന്നിൽ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമമണ്ഡലത്തിൽ ബി.ജെ.പി. ജയിക്കുമെന്ന ആശങ്കയിൽ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ശക്തമായി പ്രതിഷേധിക്കുമെന്നും നിയമപരമായി ബി.ജെ.പി. മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് അമ്പലത്തറ വാർഡ് കൗൺസിലറായ സിമി ജ്യോതിഷിന് മർദ്ദനമേറ്റത്. സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സിമി ജ്യോതിഷ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആ പ്രദേശത്ത് അനധികൃതമായി ഭക്ഷണ അവശിഷ്ടം എടുക്കുന്നത് വിലക്കിയതിനാണ് മർദ്ദനം. 1.5 മാസം മുമ്പ് ഫുഡ് വേസ്റ്റ് വഴിയിൽ ഉപേക്ഷിക്കാറുണ്ടെന്ന പരാതിയെ തുടർന്ന് ശാന്തിനി എന്ന യുവതിയെയും ജോലിയിൽ നിന്ന് വിലക്കിയിരുന്നു. ഈ ശാന്തിനിയുടെ ഭർത്താവ് സതീശനാണ് കൗൺസിലർക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതേസമയം ആക്രമണത്തിന് പിന്നിൽ ഇടത് പാർട്ടികളുടെ ഗൂഢാലോചനയുണ്ടോ എന്ന സംശയം ശക്തമാണെന്നാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. കൗൺസിലറെ മർദ്ദിച്ച ശേഷം സതീശൻ നേരെ പോയത് മുൻ വാർഡ് കൗൺസിലറുടെ അടുത്തേക്കാണെന്നും റിപ്പോർട്ടുകൾ. CPI മുൻ വാർഡ് കൗൺസിലർ സുലോചനനുമായി സതീശൻ സംസാരിക്കുന്ന CCTV ദൃശ്യങ്ങളും ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഭാര്യയെ ജോലിയിൽ നിന്ന് വിലക്കിയതിലുള്ള വൈരാഗ്യത്തിൽ വീട്ടിലെത്തി ഹെൽമറ്റ് കൊണ്ട് അടിച്ചെന്നാണ് പരാതി. എന്നാൽ കൗൺസിലറാണ് മർദ്ദിച്ചതെന്നാണ് ആരോപണ വിധേയനായ സതീഷും പരാതി നൽകിയിരിക്കുന്നത്. സിമി ജ്യോതിഷ് പൂന്തുറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയപ്പോൾ സതീഷ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ജോലിയിൽ നിന്ന് മാറ്റിയത് ചോദിക്കാനെത്തിയപ്പോൾ സിമി ജ്യോതിഷ് ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചെന്നും മർദ്ദിച്ചെന്നുമാണ് സതീഷിന്റെ പരാതി. സതീഷ് കുമാർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. SC/ST ആക്ട് പ്രകാരം കൗൺസിലർക്കെതിരെയും സതീഷ് കുമാർ മർദ്ദിച്ചെന്ന് ആരോപിച്ച് കൗൺസിലറുടെ പരാതിയിലും ഫോർട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. തുടർന്ന് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സതീഷ് കുമാറിനെ ഇവിടെ എത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെള്ളി പകൽ 12ഓടെയാണ് കൗൺസിലറുടെ വസതിയിൽ വിളിച്ചു ചേർത്ത ഹരിത കർമ്മസേന പ്രവർത്തകരുടെ യോഗത്തിലാണ് മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ നാളെ മുതൽ ജോലിക്ക് കയറേണ്ടെന്ന് സതീഷ് കുമാറിനോട് കൗൺസിലർ പറഞ്ഞു. കോർപ്പറേഷൻ കാർഡ് അനുവദിച്ചിട്ടുള്ള തൊഴിലാളിയായിട്ടും ജോലിക്ക് കയറാൻ പാടില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം ചോദിച്ച സതീഷ് കുമാറിനെ കൗൺസിലർ ജാതിപ്പേര് പറഞ്ഞ് ചീത്ത വിളിക്കുകയും കവിളിൽ അടിക്കുകയുമായിരുന്നു. കുതറി മാറിയ സതീഷിനെ വീണ്ടും മർദ്ദിച്ചു. ഇത് കണ്ടുവന്ന സ്ത്രീ ഇടപെട്ടാണ് ഇയാളെ രക്ഷിച്ചത് എന്നാണ് പറയുന്നത്. നേരത്തെയും കൗൺസിലർ അകാരണമായി ഹരിത കർമ്മസേന പ്രവർത്തകരെ പിരിച്ചുവിട്ടിരുന്നു. ആക്രി സാധനങ്ങൾ പെറുക്കി ജീവിക്കുന്ന അമ്പലത്തറ സ്വദേശി മോഹനനെയും കുറച്ചു ദിവസം മുമ്പ് കൗൺസിലർ മർദ്ദിച്ചിരുന്നു എന്നൊക്കെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. സംഭവത്തിൽ മർദ്ദനമേറ്റയാളെ കള്ളപ്പരാതിയിൽ അറസ്റ്റ് ചെയ്ത പോലീസ് കൗൺസിലറെ അറസ്റ്റ് ചെയ്യാത്തതിലും നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. CPM ചാല ഏരിയ സെക്രട്ടറി S. ജയിൽകുമാർ, CPI ജില്ലാ കമ്മിറ്റി അംഗം VS സുലോചനൻ, S. സനോഭർ എന്നിവർ ആശുപത്രിയിലെത്തി സതീഷ് കുമാറിനെ സന്ദർശിച്ചു. സതീഷ് CPMകാരനാണെന്നാണ് BJP ആരോപിക്കുന്നത്. കൗൺസിലറെ ആക്രമിച്ച ശേഷം സതീഷ് ആദ്യം ചെന്നതും മുൻ കൗൺസിലറായ CPM പ്രാദേശിക നേതാവിൻ്റെ വീട്ടിലേക്കാണെന്ന് ആരോപിച്ച് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ കൗൺസിലറാണ് തന്നെ മർദ്ദിച്ചതെന്ന് സതീഷ് കുമാറും, എന്നാൽ അതിക്രമിച്ച് കയറി തന്നെ കൗൺസിലറെ മർദ്ദിച്ചുവെന്ന് BJP കൗൺസിലറും ആരോപിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.